ആഫ്രിക്കക്കാരൻ പറഞ്ഞു, ഇവിടം മോഷണത്തിന്റെ കേന്ദ്രമാണ്. ഞാൻ പറഞ്ഞു, വെരി സോറി, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ അറിയാതെ പറ്റിയാണ്. അവർ പോകാൻ നേരത്തെ തന്നെ കെട്ടിപ്പിടിച്ച് അവരെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. ഒരു 50 യൂറോ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരാണ്. റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഹൈവേയിലാണെന്ന്. അതുവരെ ഭയമൊന്നും ഉണ്ടായില്ല. എൻ്റെ തൊട്ടടുത്ത് കൂടെ വണ്ടി ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നമ്മളെ പുറകിലൂടെ വന്നിട്ട് നേരെ ഇടിക്കാൻ വരുന്ന പോലെയാണല്ലോ. അതുവരെ ഹോണോ ഒന്നുമില്ലാതിരുന്നെടുത്ത് വണ്ടികളൊക്കെ എന്നെ കാണുമ്പോൾ ഹോൺ അടിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടു. അവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ കാറ്റടിക്കുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോകാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ലൈനിൽ നിന്ന് പുറത്താണെങ്കിൽ പോലും ഒരു സൈറൺ പുറയുന്നേക്കാം. എനിക്ക് മനസ്സിലായത് പോലീസാണ്, ആരോ വിളിച്ചു പറഞ്ഞ് എന്നെ പൊക്കാനാണ് വരുന്നതെന്ന് എനിക്ക് തോന്നി. നമസ്കാരം, എൻ്റെ പേര് അരുൺ തഥാഗത്. ഞാൻ സൈക്കിളിൽ ലോകരാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2024 ജൂലൈയിൽ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച് പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് യൂറോപ്പ് മുഴുവനും എടുത്ത് 19 മാസം നീണ്ട ഒരു യാത്രയുടെ കഥകൾ പറയുവാനായിട്ടാണ്. 2024 ജൂലൈയിലാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സൈക്കിള് പാക്ക് ചെയ്ത് വിമാനമാർഗമാണ് പാരീസിലേക്ക് എത്തുന്നത്. എൻ്റെ സൈക്കിള് 2017 മുതൽ ഞാൻ സ്ഥിരമായി ലോകയാത്രകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സർലി ഡിസ്ക് ട്രക്കർ എന്ന് പറഞ്ഞ ഒരു ടൂറിംഗ് ബൈക്കാണ്. നമ്മളിവിടെ സൈക്കിൾ എന്ന് പറയുമെങ്കിൽ ഇന്ത്യയിലൊഴികെ ലോകത്തെല്ലാം ഇതിന് ബൈക്ക് എന്നാണ് പറയുക. ഈ വണ്ടി പ്രത്യേകമായി ദീർഘദൂര യാത്രകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് ബാഗുകൾ സൂക്ഷിക്കാൻ പറ്റണം. ദീർഘം ദൂരം സഞ്ചരിച്ചാലും പെട്ടെന്ന് കേടുപാടുക പറ്റരുത്, അഥവാ വന്നാലും നമുക്ക് പെട്ടെന്ന് മെയിൻ്റനൻസ് നടത്താൻ പറ്റണം. അതുകൊണ്ടൊക്കെ പ്രത്യേകമായി ഡിസൈൻ ചെയ്തുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്. സൈക്കിള് നമ്മൾ വിമാനത്തിൽ നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നതിന് എക്സ്ട്രാ ഫീസുണ്ട്. അതുമല്ല, അതൊരു നിശ്ചിത അളവിലുള്ള ബോക്സിനകത്ത് അഴിച്ച് സൈക്കിൾ ഓരോന്നും ഡിസ്മാൻഡിൽ ചെയ്ത് അഴിച്ച് പാക്ക് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് പാരീസിലേക്ക് വിമാനത്തിൽ എന്നോടൊപ്പം കൊണ്ടുപോയത്. ഞാൻ നേരത്തെ തന്നെ എനിക്ക് താമസിക്കേണ്ട ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് സമയമായതുകൊണ്ട് വളരെ എക്സ്പെൻസീവാണ്. പാരീസ് നഗരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള, നഗരത്തിനകത്ത് തന്നെ, എന്നാൽ നഗര കേന്ദ്രത്തിൽ നിന്ന് ഒരല്പം പുറത്തുള്ള ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ രാത്രി 12 ആകാറായി വിമാനം അവിടെ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഈ സാധനം എടുത്ത് ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല, ആരും ഹെൽപ്പ് ചെയ്യാനുമില്ല. ഒരു ബാഗ് എടുത്ത് മുന്നോട്ടേക്ക് വെക്കും, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത ബാഗ് എടുത്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനുശേഷം ട്രെയിനിൽ കയറി ഹോസ്റ്റലിൻ്റെ പേരും ഇറങ്ങേണ്ട ബോണ്ടി എന്ന് പറഞ്ഞ് ആ ട്രെയിനിൻ്റെ സ്റ്റേഷൻ്റെ പേരുമേ അറിയാവൂ. ഇത് എവിടെയാണെന്ന് അറിയാനായിട്ട് ആരോടാണ് ചോദിക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 നിലയുള്ള ട്രെയിനായിരുന്നു. അപ്പം ട്രെയിനിൻ്റെ മുകളിലേക്ക് വന്ന സ്റ്റെപ്പിൽ ഒരു ഇന്ത്യക്കാരൻ ആണെന്ന് തോന്നിച്ച ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ബോണ്ടി എത്തുമ്പോൾ ഒന്ന് പറയണം. ഉടനെ ഒരു പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ബാഗും എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കഥയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതം. വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ അതിൽ നെറ്റില്ല. അപ്പം ഞാനൊരു നാട്ടിൽ നിന്ന് റോമിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നെറ്റ് എടുത്തിട്ട് ഇദ്ദേഹം ഈ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽ നോക്കി. ഹോസ്റ്റൽ റോഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇന്ന വശത്താണ് എന്ന് പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് ഇദ്ദേഹം വേറെ ഇടത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം തന്നെ രാത്രി ആ ബാഗും എടുത്ത് എന്നോടൊപ്പം, പുള്ളി ഏറ്റവും വലിയ സൈക്കിൾ ബാഗ്സ് പുള്ളിയാണ് ചുമക്കണത്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് വിജയ് എന്ന് പറഞ്ഞ് പിൽക്കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുകയാണ്. അദ്ദേഹം വന്നില്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം തന്നെ ഹോസ്റ്റലിൽ ചെന്ന്, അപ്പോൾ അവർ ചെക്കിൻ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് വളരെ പല കടകളിൽ ചോദിച്ച് ഫ്രഞ്ചിൽ സംസാരിച്ചാണ് ഇത് കണ്ടെത്തുന്നത് തന്നെ. ഇദ്ദേഹം അവരോട് പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് ചെക്കിൻ അനുവദിച്ചു. അപ്പോൾ ആ ഹോസ്റ്റലിലെ ആൾ ഒരു ആഫ്രിക്കൻ വംശജനാണ്. അദ്ദേഹത്തിന് ഫ്രഞ്ച് മാത്രമേ അറിയുള്ളൂ. എൻ്റെ സൈക്കിളിൻ്റെ ബോക്സ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിവിടെ വയ്ക്കാൻ പറ്റില്ല. ഉടനെ വിജയ് വീണ്ടും അവരോട് സംസാരിച്ചു. അങ്ങനെ പ്ലീസ് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആഫ്രിക്കക്കാരൻ പറഞ്ഞു, ഇവിടം മോഷണത്തിൻ്റെ കേന്ദ്രമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ഏതായാലും ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ ഇത് വയ്ക്കാം. പക്ഷെ നിങ്ങൾ സൈക്കിൾ അഴിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് വയ്ക്കരുത്, ഇത് വളരെ അപകടമാണ്. നിങ്ങൾ തിരിച്ച് പാരീസ് സെൻട്രൽ സ്റ്റേഷൻ, അതിന് ഗാജിനോർ എന്നാണ് അതിൻ്റെ പേര്, ഗാജിനോർ എന്ന് പറയും. അവിടെ സൈക്കിളിന് പാർക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ ഇതുണ്ട്, അവിടെ വയ്ക്കാവൂ, ഇവിടെ വച്ചാൽ മോഷണം പോകുമെന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം വിജയ് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓൺലൈനിൽ നോക്കി ഈ വണ്ടി തിരിച്ച് വീണ്ടും എല്ലാം പീസാക്കിയാണ് വച്ചിട്ടുള്ളത്. അതെല്ലാം വീണ്ടും തിരിച്ച് സെറ്റ് ചെയ്തു. ഞാൻ വണ്ടി എടുത്ത് പാരീസ് നഗരത്തിലൂടെ വെറുതെ, സൈക്കിളിനകത്ത് നാട്ടിൽ നിന്ന് തന്നെ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാരീസ് ഇന്ത്യ എന്നെഴുതിയിട്ടുണ്ട്. ഒരു ചുവന്ന ബോർഡ് ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ടുണ്ട്. ഇതുമായിട്ട് പാരീസിലൂടെ കറങ്ങി കിടക്കുകയാണ്. പാരീസ് നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേ ഉയരം, ഒരേ ശൈലിയാണ്. പിന്നീടാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് 1853 ഹോഫ്മാൻ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രകാരം പാരീസ് നഗരത്തിലെ എല്ലാ കെട്ടിടങ്ങളും 6 നിലയിൽ കൂടുതൽ ഉയരം പാടില്ല, ഒരേ ശൈലിയിലായിരിക്കണം കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന്. 175 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ നിയമത്തിൽ ഒരു മാറ്റവും ഇല്ല. പാരീസിനകത്ത് കാറുകൾക്ക് പലയിടത്തും നിയന്ത്രണമുണ്ട്. എനിക്കൊക്കെ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം അത്ഭുതമായിരുന്നു. കാരണം ബൈക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബൈക്ക് എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പറഞ്ഞു വരുമ്പോൾ അറിയാതെ ബൈക്കിന് വരും. ബൈക്ക് പാത്തുകളാണ്. സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാതകൾ എല്ലായിടത്തും ഉണ്ട്, പച്ച വിരിച്ച് അതിന് ചുറ്റും തണൽ മരങ്ങളും ഉണ്ടാവും. പക്ഷേ ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ പോക്കറ്റ് റോട്ടിൽ നിന്ന് കയറുമ്പോൾ പലപ്പോഴും സൈക്കിൾ പാത്ത് വളരെ വലുതും കാർ റോഡ് ചെറുതുമായതുകൊണ്ട് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോറിൻ ലേഡി എന്നോട് വന്നിട്ട് ചോദിച്ചു. കണ്ടപ്പോൾ ഫോറിൻ ലേഡി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരു ഈസ്റ്റ് ഏഷ്യൻ ലുക്കുള്ള, അതായത് തായ്ലാൻഡ്, മംഗോളിയൻ ലുക്കുള്ള ഒരു സ്ത്രീ എന്നോട് വന്നിട്ട് ചോദിച്ചു, താങ്കൾ ഇവിടെ വന്നിട്ട് ഒളിമ്പിക്സിന് പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിന് ടിക്കറ്റിന് ഭയങ്കര കാശാണ്. താങ്കൾ ഇത്രയും വന്നിട്ട് പാരീസ് ഒളിമ്പിക്സ് കാണാത്ത കഷ്ടമാണ്. ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കയ്യിൽ നാളത്തെ ഒളിമ്പിക്സിൻ്റെ 2 ടിക്കറ്റുകളുണ്ട്. ഞാനത് ഒന്ന് ഇന്ത്യയുള്ള ഹോക്കിയുടേതാണ്, 2 അതിൻ്റെ സെൻട്രൽ മെയിൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന അത്ലറ്റിക്സിൻ്റെയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എന്തായാലും അത്ലറ്റിക്സ് പോകാമെന്ന് പറഞ്ഞു. അവർ വാട്സാപ്പിൽ അത് അയച്ചു തന്നു. ഓൺലൈനാണ്, സ്കാനർ വെച്ച് കയറി പോകാം. 10 മണിക്കാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഞാൻ അതിരാവിലെ തന്നെ എത്തി. അതിരാവിലെ എത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും താഴത്തെ 1ാം നിരയിൽ തന്നെ ഇരിക്കാൻ പറ്റി. ശ്രദ്ധിച്ച കാര്യം, അവിടെ പല റേറ്റിൽ പല ടിക്കറ്റുകളില്ല. ആദ്യം വരുന്നവർക്കെല്ലാം എവിടെയും ഇരിക്കാം. അത് നിറയുന്നതിനനുസരിച്ച് നമുക്ക് താല്പര്യമുണ്ട് ഗാലറിയിലോ പോയി ഇരിക്കാം എന്നുള്ളതാണ്. അത്ലറ്റിക്സ് മത്സരങ്ങളാണ്, ട്രയാത്തലോൺ, ഹൈ ജമ്പ്, ജാവലിൻ, അത്തരം മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഉച്ചവരെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ 100,000 പേർക്കും അവിടെ ഹൈ സ്പീഡ് വൈഫൈ ലഭ്യമായിരുന്നു. ഈ 100,000 പേർക്കും കുടിവെള്ളം ഓരോ ഇടത്തും ഉണ്ടായിരുന്നു. ഒരു തിരക്കും ഇല്ലാതെ എല്ലായിടത്തും ടോയ്ലറ്റുകൾ പോലും സജ്ജമായിരുന്നു. കൃത്യം 1 മണിയായപ്പോഴേക്കും എല്ലാവരും ടിക്കറ്റ് പ്രകാരം പുറത്തേക്ക് ഇറങ്ങണം. അടുത്തത് 2 മണിക്കാണ്, നമ്മളെ വെക്കേറ്റ് ചെയ്യുന്നു. അടുത്ത സെറ്റ് 2 മണിക്ക് ആരംഭിക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ 100,000-ഓളം പേരും പുറത്തേക്ക് ഒഴുകുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ ഒഴുക്ക് നോക്കി ഒരു കടത്തിന്മേലിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സാവധാനം നടന്നു. അവരൊന്നും വഴിയിൽ എങ്ങും കാണാനില്ല. അതായത് പറഞ്ഞു, 100,000 പേരെയും മിനിറ്റുകൾക്കകം ഒഴിവാക്കുന്ന അത്രമാത്രം സംഘാടന മികവ് അതിനെ അമ്പരന്നു പാരീസിൻ്റെ. തുടർന്ന് ഞാൻ എന്തായാലും യാത്ര നീങ്ങാമെന്ന് കരുതുന്നു. അപ്പോൾ പാരീസിനോട് വിട പറയേണ്ട സമയമായി. ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ, പാരീസിലെ എൻ്റെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രാത്രിയായപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് എനിക്ക് കേരള ബാങ്ക് ചെറിയൊരു സ്പോൺസർഷിപ്പ് ഏറ്റിട്ടുണ്ട്. അതിന് പകരമായിട്ട് സൈക്കിളിൻ്റെ ബാഗിൽ കേരള ബാങ്കിൻ്റെ ഒരു ലോഗോ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കേരള ബാങ്കിൻ്റെ ഈ എംബ്ലം കണ്ടിട്ടാകണം ഒരു ചൈനീസ് വംശജയായ ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചാർജ് ചെയ്യാനിരിക്കുകയാണ് രാത്രി 12-ന്. എന്നോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ? ഞാൻ അത്ഭുതത്തോടെ അതേ എന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. അവർ ടിബറ്റൻ അഭയാർത്ഥിയായിരുന്നു. ടിബറ്റൻ അഭയാർത്ഥിയായിട്ട് കൊച്ചിയിൽ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലെ അഭയാർത്ഥിയായിട്ട് അവർക്ക് ഫ്രാൻസ് തന്നെ ഒരു ചെറിയ വീട്, അവരും അവരുടെ പാർട്ട്ണർക്കും ഒരു ചെറിയൊരു കുഞ്ഞു വീടും, 450 യൂറോ, നമ്മളുടെ ഇന്ത്യ രൂപയിലേക്ക് വരുമ്പോൾ ഒരു 45,000 രൂപയോളം, അതായത് പാരീസിൽ കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ളൊരു തുക ടിബറ്റൻ അഭയാർത്ഥിയായിട്ട്, ചൈനീസ് അഭയാർത്ഥിയായിട്ട് അവരെ ഫ്രാൻസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് ഫ്രഞ്ച് പൗരത്വം കൊടുക്കും. അങ്ങനെയാണ് അഭയാർത്ഥികളെയൊക്കെ ലോകം മുഴുവനും സ്വീകരിക്കുന്നത്. ഇവർ 1 മണിക്കൂറോളം എന്നോട് കൊച്ചിയിലെ കഥകളും കൊച്ചിയിലെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് പോകാൻ നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ച് അവരെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. അവരെൻ്റെ കയ്യിലേക്ക് 50 യൂറോ, അവർക്കാകെ കിട്ടുന്നത് 450 യൂറോയാണ്, ഒരു 50 യൂറോ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഇല്ല, പൈസ ഇല്ലാണ്ടാണ് യാത്ര, അത് ആവശ്യമാണ്, എങ്കിലും ഞാൻ വിഷമത്തോട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ നിർബന്ധിച്ചേൽപ്പിച്ചു. അവർക്ക് കിട്ടുന്ന തുകയിലെ വലിയൊരു ഭാഗമാണ് തന്നേക്കണത്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ യാത്ര ഇത് ഒരു മികച്ച യാത്രയാകാൻ പോവുകയാണെന്ന് മനസ്സിലായി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
അങ്ങനെ അവർ തന്ന ഊർജവും സ്നേഹവുമായി ഞാൻ പാരീസിൽ ഈഫൽ ടവറിൻ്റെ മുന്നിൽ നിന്ന് മനസ്സുകൊണ്ട് യാത്ര ആരംഭിക്കുന്നതായി കണക്കാക്കി. നേരെ പിന്നീട് അവിടെ നിന്നും ഇപ്പോൾ ബുൾഗേറിയ വരെയാണ് നീങ്ങാൻ ആദ്യത്തേത് ആലോചിച്ചിട്ടുള്ളത്. എൻ്റെ വിസ കണ്ടീഷൻ വെച്ചിട്ട് ഓരോ 3 മാസം കൂടുമ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കകത്ത് നിന്ന് പുറത്തു പോകണം. യൂറോപ്യൻ യൂണിയനിലല്ലാത്ത യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ ഷെങ്കൻ വിസ ആയതുകൊണ്ട് എനിക്ക് മറ്റു രാജ്യങ്ങളിൽ സ്വാഭാവികമായും പ്രവേശനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ബുൾഗേറിയയ്ക്കാണ്. അപ്പോൾ ഞാൻ കരുതി നേരെ ഓസ്ട്രിയ വഴി നോക്കിയപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്. നീങ്ങി അറിയാതെ ഞാൻ സഞ്ചരിച്ചു പോകുന്നതിനിടയ്ക്ക് അപ്പോൾ ബൈക്ക് പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പലവട്ടം ഇതിടുന്നു. നമുക്ക് ഇവിടുത്തെ പോലെയല്ല, യൂറോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മാപ്പിൻ്റെ സെറ്റിങ്സിൽ ബൈക്ക് പാത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. ഇങ്ങനെ 4-5 തവണ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലവണ നമ്മൾ വീണ്ടും ബൈക്ക് ഇത് നോക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ റൂട്ട് നോക്കാനായിട്ട് മൊബൈൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു മൊബൈൽ മാത്രമായിട്ട് യാത്ര ചെയ്യാൻ കാരണം സേഫ്റ്റി ഓർത്തിട്ടാണ്. മോശം പോയാലും പരമാവധി ഒരു മൊബൈലിലല്ലേ പോവുള്ളൂ, അല്ലാതെ മറ്റ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഗാർമിൻ പോലുള്ള അതായത് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള GPS-കളോ ഒന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഗൂഗിൾ മാപ്പും മാപ്സ് മീ അതാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ആപ്പുണ്ട് മാപ്സ് മീ എന്ന് പറഞ്ഞ്, കുറേ കൂടി അത് ഓഫ്ലൈൻ മാപ്പാണ്, കുറേ കൂടി ഗൂഗിളിനേക്കാൾ ആക്യുറേറ്റ് ആണ്, കുറച്ചുകൂടി കൺഫ്യൂഷൻ ഇല്ലാത്തതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഗ്രാമങ്ങൾ കാണാം, കൃഷിയിടങ്ങൾ കാണാം. എനിക്ക് അത്ഭുതം തോന്നി. കാരണം പാരീസ് അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന അതിസമ്പന്നമാണ്. പക്ഷേ അവിടെ എല്ലാം കൃഷിയിടങ്ങൾ എല്ലാം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കൃഷിയിൽ കുറയ്ക്കാൻ അവർ സമ്മതിക്കില്ല, എത്ര ഇതാണെങ്കിലും. പിന്നീട് കൂടുതൽ അറിയുമ്പോഴാണ് മനസ്സിലാവുന്നത് യൂറോപ്പിൽ കൃഷിയിടങ്ങൾക്കകത്ത് വീട് വയ്ക്കാൻ പോലും അനുവാദമില്ല. വീട് വയ്ക്കണമെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഫാം ഹൗസായി മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. എന്തായാലും നീങ്ങുകയാണ്. അപ്പോൾ ഞാൻ പാരീസിൽ നിന്ന് പോകേണ്ടത് കരുതിയിരുന്ന ഓസ്ട്രിയ വഴി അങ്ങനെ ജർമ്മനിക്ക് കയറാമെന്നാണ്. നോക്കിയപ്പോൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു 30 കിലോമീറ്റർ മുമ്പോട്ടേക്ക് പോയാൽ സ്വിറ്റ്സർലൻഡ് ഉണ്ട്. ആലോചിച്ചു, എന്നാൽ പിന്നെ എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡിലേക്ക് പോയിക്കൂടാ. അങ്ങനെ സ്വിറ്റ്സർലൻഡിലേക്ക് അങ്ങോട്ടേക്ക് തിരിയേണ്ട വണ്ടി, ഇടത്തേക്ക് തിരിയേണ്ട വണ്ടി നേരെ തിരിഞ്ഞു. അതിനിടയ്ക്ക് മാപ്പിൽ അബദ്ധത്തിന് കാർ റോഡിലേക്ക് കയറി. റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഹൈവേയിലാണെന്ന്. വണ്ടികളെല്ലാം ഭയങ്കര സ്പീഡിൽ പോകുന്നു. അതുവരെ ഹോണോ ഒന്നുമില്ലാതിരുന്നെടുത്ത് വണ്ടികളൊക്കെ എന്നെ കാണുമ്പോൾ ഹോൺ അടിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടു, ഹൈവേയിലാണ് കയറിയേക്കുന്നത്, അവിടെ പെർമിറ്റഡ് അല്ല, ഇനി രക്ഷയില്ല. എന്തായാലും അതിൻ്റെ ഏറ്റവും വലതുവശം ചേർന്ന് ഞാൻ സൂക്ഷിച്ച് തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഏരിയ സർവീസ് ഏരിയ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, മീൻസ് എമർജൻസിക്ക് വേണ്ടിയിട്ട്. അതിലാരും വണ്ടി ഓടിക്കാറില്ല. എങ്കിൽ പോലും വണ്ടികൾ 110 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ കാറ്റടിക്കുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോകാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ലൈനിൽ നിന്ന് പുറത്താണെങ്കിൽ പോലും. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈറൺ പുറയുന്നേക്കാം. എനിക്ക് മനസ്സിലായത് പോലീസാണ്, ആരോ വിളിച്ചു പറഞ്ഞ് എന്നെ പൊക്കാനാണ് വരുന്നതെന്ന് എനിക്ക് തോന്നി. അത് തന്നെയായിരുന്നു. പോലീസ് വന്നു. ഉടനെ തന്നെ പോലീസുകാരൻ സാവധാനം വേഗത കുറച്ചിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ ഫ്രഞ്ച് സംസാരിക്കുമോ അതോ ഇംഗ്ലീഷാണോ? ഞാൻ പറഞ്ഞു ഇംഗ്ലീഷാണ്. സാധാരണ ഇതിൽ ഫ്രഞ്ച് പോലീസുകാർ ആരും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് അവർക്ക് ഏതായാലും ഇംഗ്ലീഷ് അറിയാം. അവർ പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ അപകടമാണ്, ഇവിടെ അനുവദനീയമല്ല. ഞാൻ പറഞ്ഞു അറിയില്ലായിരുന്നു, ഞാൻ പെട്ടുപോയതാണ്, അബദ്ധം പറ്റിയതാണ്. ശരി, ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഇനി 8 കിലോമീറ്റർ മുമ്പോട്ടേക്ക് പോയാലേ എക്സിറ്റ് ഉള്ളൂ. അതുവരെ കാരണം ഹൈവേകളിൽ 10 കിലോമീറ്റർ 15 കിലോമീറ്ററിനകത്ത് പിന്നെ എക്സിറ്റ് ഇല്ല. ഇപ്പം നമ്മളുടെ ഹൈവേകളും ആ രീതിയിലേക്കാണ് വരാൻ പോകുന്നത്. തോന്നുന്നിടത്ത് നമ്മുടെ നാട്ടിലെ പോലെ തോന്നുമ്പോൾ ഇടത്തോട്ടും തോന്നുമ്പോൾ വലത്തേക്കും തോന്നുമ്പോൾ പുറത്തേക്കൊന്നും ചാടാൻ അവിടെ നടക്കില്ല. അപ്പോൾ ബൈക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാതയാണുള്ളത്. അതിൽ നിന്നാണ് അബദ്ധത്തിന് ഞാൻ ഇതിനകത്തേക്ക് കയറിയേക്കുന്നത്. ഏതായാലും അവർ എൻ്റെ പുറകിൽ ലൈറ്റ് ഇട്ട് എനിക്ക് എസ്കോട്ടായിട്ട് 8 കിലോമീറ്ററും അവരിങ്ങനെ പതുക്കെ സാവധാനം എൻ്റെ പിന്നിൽ വരികയാണ്. അങ്ങനെ എക്സിറ്റിലെത്തി അവരെന്നോട് ഞാൻ പറഞ്ഞു, വെരി സോറി, നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ അറിയാതെ പറ്റിയാണ്. അവർ പറഞ്ഞു കുഴപ്പമില്ല, സ്വാഭാവികമല്ലേ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യത്തിൽ അതുവരെ ഭയമൊന്നും ഉണ്ടായില്ല. എൻ്റെ തൊട്ടടുത്ത് കൂടെ വണ്ടി ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നമ്മളെ പുറകിലൂടെ വന്നിട്ട് നേരെ ഇടിക്കാൻ വരുന്ന പോലെയാണല്ലോ. അന്നേരം ഒരു ചെറിയൊരു ഉള്ളിലൊരു ആശങ്ക വന്നിരുന്നു. എന്നൊഴിച്ച് നിർത്തിയാൽ ഭയമൊന്നും തോന്നിയില്ല. അവർ വളരെ ഫ്രണ്ട്ലി ആയി നിന്നു. അതിൻ്റെ ഇടയ്ക്ക് അവരോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വിട്ടുപോയി. എന്തായാലും ഞാൻ നേരെ അവർ പാരീസിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്കുള്ള വഴി കാണിച്ചു തന്നു. ഞാൻ സ്വിറ്റ്സർലൻഡിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഫ്രാൻസിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള മുളൂസ് എന്ന് പറഞ്ഞ ഇടത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തിയുടെ അടുത്ത്. ഈ മുളൂസ് പിൻകാലത്ത് ഞാൻ പോയതിൻ്റെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തീവ്രവാദി ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് മുളൂസ് വളരെ പ്രസിദ്ധമാണ്. മുളൂസിൽ ക്യാമ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ ക്യാമ്പിംഗ് സ്റ്റേഷനുകളില്ല.
റൂമിന് വളരെയധികം ചാർജ് കൂടുതലാണ്. അപ്പം ഞാൻ എവിടെ ക്യാമ്പ് ചെയ്യണം, ഇതുവരെ ക്യാമ്പിങ്ങും ചെയ്തിട്ടില്ല. മീൻസ് ക്യാമ്പിംഗ് സ്റ്റേഷനുകളിലല്ലാതെ, നമ്മൾ ക്യാമ്പിംഗ് സ്റ്റേഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് കാറുമായിട്ട്, കാറിനകത്ത് റിക്രിയേഷണൽ വാൻ, നമ്മളുടെ ക്യാമ്പർ വാൻ എന്ന് പറയും, ഇവിടെ അത് അധികം ഇല്ല. അതായത് വണ്ടിക്കകത്ത് തന്നെ ഒരു ചെറിയൊരു വീട് സെറ്റ് ചെയ്തിട്ടുള്ള ഒന്ന്, ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. 2, 3, 4 പേർക്ക് താമസിക്കാൻ പാകത്തില്ല. ചിലതെല്ലാം കാറിൻ്റെ പുറയിൽ ട്രെയിലർ പോലെ വലിച്ചുകൊണ്ടായിരിക്കും, ചിലത് കാറിനകത്ത് തന്നെ നമ്മുടെ ഒരു ടെമ്പോ ട്രാവലറിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു വണ്ടി അതിനകത്ത് ഇത് സെറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ ഈ ക്യാമ്പർ വാനുകളിൽ യൂറോപ്യൻസ് പ്രത്യേകിച്ച് സമ്മർ കാലഘട്ടത്തിൽ ഇങ്ങനെ യൂറോപ്പിൽ ഒരു രാജ്യത്തും വേറെ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ ക്യാമ്പ് ഷെഡുകൾ എന്ന് പറഞ്ഞത്. അവിടെ നമുക്കൊരു ഏരിയ തിരിച്ചു വച്ചിട്ടുണ്ടാവും, നമ്പർ ഇട്ടിട്ട്. അവിടെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ ഒരു ടോയ്ലറ്റുകളുടെ കുറേ കോംപ്ലക്സ് ഉണ്ടാവും, കുളിക്കാൻ മറ്റ് അലക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഈ ക്യാമ്പർ വണ്ടികളിലകത്ത് ടോയ്ലറ്റ് മാലിന്യങ്ങളൊക്കെ മാറ്റാനും അതിൽ വെള്ളം മാറ്റാനും വണ്ടി കഴുകാനുമായിട്ട് വേറൊരിടം ഉണ്ടാവും. ഇവർ ക്യാമ്പ് ചെയ്യുന്നിടത്ത് തന്നെയായിട്ട് ഇലക്ട്രിക് ചാർജിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ഇതാണ് ഈ ക്യാമ്പിംഗ് ഷെഡുകൾ എന്ന് പറയുന്നത്, ക്യാമ്പിംഗ് സ്റ്റേഷനുകൾ. അത് യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ടാകും. ഫ്രാൻസിൽ അതിൻ്റെ പ്രത്യേകത, ഫ്രാൻസിൽ പലയിടത്തും അത് സൗജന്യമോ വളരെ കുറഞ്ഞ ചാർജേ ഉള്ളൂ. അത് ഫ്രാൻസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തേക്കും ചെല്ലുമ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അത് എക്സ്പെൻസീവ് ആണ്. ഫ്രാൻസിൽ ഇങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ മുളൂസിലുള്ളപ്പോൾ ഈ ക്യാമ്പിംഗ് സ്റ്റേഷനുകളില്ല. അപ്പം ഞാൻ അതുവരെ എങ്ങും ക്യാമ്പ് അല്ലാതെ ഔദ്യോഗികമായിട്ട് ക്യാമ്പിംഗ് സ്റ്റേഷനിലല്ലാണ്ട് തങ്ങിയിട്ടുമില്ല. അപ്പോൾ രാത്രി 11 അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ രാത്രി 11 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണ് തങ്ങളെന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് പുറത്ത് ക്യാമ്പ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് പിള്ളേരെ കണ്ടു. ഇങ്ങനെ അവരെന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ ഉടനെ തന്നെ ഇന്ന് എവിടെയോ തങ്ങണേന്നൊക്കെ ചോദിച്ചപ്പോൾ പിള്ളേർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിലേക്ക് വയ്ക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ ക്യാമ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പോലീസിലേക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. പിള്ളേർ തന്നെ രാത്രി 11 പിള്ളേർ 4 പേരും കൂടി എനിക്ക് എസ്കോട്ടായിട്ട് വന്ന് അവർ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ മുകളിലാണ്. അപ്പോൾ താഴത്ത് നിന്ന് അവർ തന്നെ കോളർ ID എടുത്തിട്ട് അവർ ഫ്രഞ്ചിലൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഉടനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ അയാളൊരു സുഖമില്ല, പോലീസുകാർ സുഖമൊന്നുമില്ല, നിങ്ങളോട് ഇവിടെ ക്യാമ്പ് ചെയ്തോളാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ക്യാമ്പ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എവിടെയാണ് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളത്? പിള്ളേർ വരൂ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിള്ളേരെ എന്നെ ഒരു പാർക്കിൽ കൊണ്ടുപോയി കാണിക്കുകയാണ്. അപ്പോൾ പാർക്കിൽ രാത്രി 12:30 വരെ കുട്ടികൾ എന്നോടൊപ്പം വന്ന് അവർ ക്യാമ്പിംഗ് സ്റ്റേഷൻ കാണിച്ചു തന്നു, അവിടുത്തെ ടോയ്ലറ്റ് കാണിച്ചു തന്നു. മീൻസ് അത് ക്യാമ്പിങ്ങിനുള്ളതല്ല, ഒരു പബ്ലിക് പാർക്കാണ്. പക്ഷെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഔദ്യോഗികമല്ലാത്ത ഒരിടത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഏതാണ്ട് 3 ആഴ്ചയോളം നീണ്ട യാത്രയ്ക്ക് ശേഷം 1000ഓളം കിലോമീറ്റർ കടന്ന് നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ബാസലിലേക്കാണ് എത്തുന്നത്. സ്വിറ്റ്സർലൻഡ് അതിർത്തി, ഒരു മനുഷ്യനുമില്ല, ഒന്നുമില്ല, വെറുതെ ഒരു ചെറിയൊരു ഷെഡുണ്ട്, അവിടെ ആരുമില്ല. എന്തായാലും സ്വിറ്റ്സർലൻഡിലേക്ക് കയറി. സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് റൂം എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഹോസ്റ്റൽ, അവിടെ ക്യാമ്പിംഗ് ഷെഡുകൾ അടുത്തൊന്നുമില്ല. അപ്പോൾ രാത്രിയായി. റൂം എടുക്കാൻ നോക്കിയപ്പോൾ മിനിമം 100 യൂറോ, ഏറ്റവും കുറഞ്ഞ 110 യൂറോയാണ്. എന്നോട് 11,000 രൂപ വരും. അത്രയും രൂപയ്ക്ക് ഒരു താമസം മുതലാവാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു ചായക്കടക്കാരൻ വന്നതിനോട് ഞാനിങ്ങനെ ചോദിച്ചു, ഇവിടെ ടെൻ്റ് അടിക്കുന്നതിന്, നേരത്തെ പറഞ്ഞല്ലോ യൂറോപ്പിൽ അങ്ങനെ പൊതുസ്ഥലങ്ങളിലും ടെൻ്റ് അടിക്കാൻ പാടില്ല, ഇവിടെ ടെൻ്റ് അടിക്കുന്ന പ്രശ്നമുണ്ടോ, സേഫ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നീ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള രാജ്യത്തിലാണ്, ധൈര്യമായി ടെൻ്റ് അടിച്ചോളൂ, ഇവിടെ ഏറ്റവും സേഫ് ആണെന്ന് പറഞ്ഞു. അവിടെ അടുത്ത് കണ്ട ഒരു പാർക്കിൽ രാത്രി ടെൻ്റ് അടിച്ചു കിടന്നു. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം അത് സമ്മർ കാലമായിരുന്നെങ്കിൽ രാത്രിയിൽ നല്ല തണുപ്പാണ്. അതിലുപരി പാർക്കായതുകൊണ്ട് രാത്രി 1 മണിക്കും 2 മണിക്കും എല്ലാം വ്യായാമം ചെയ്യുന്നവർ, യൂറോപ്യൻസ് വ്യായാമം എല്ലാം ചെയ്യും, ധാരാളം നടക്കും, ഓടും, മറ്റ് എക്സസൈസുകളെയും. ഇവരൊക്കെ പാർക്കിൽ രാത്രിയും പകലും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഉറങ്ങാനൊന്നും കാര്യമായിട്ട് പറ്റിയില്ല. പക്ഷെ നല്ല ടോയ്ലറ്റ് തൊട്ടടുത്തുണ്ടായിരുന്നു. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് നീങ്ങി. ഞാൻ കരുതിയിരുന്നത് സ്വിറ്റ്സർലൻഡിലേക്ക് കയറുമ്പോൾ സ്വിറ്റ്സർലൻഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നേരെ ഓസ്ട്രിയക്ക് തിരിയാമെന്നാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു 40 കിലോമീറ്റർ കൂടി മുമ്പോട്ടേക്ക് വരുന്ന ലീക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് ചവിട്ടി പോകുന്നില്ല. എന്തായാലും ഇത്ര എത്തി, അല്ലെങ്കിൽ ആ രാജ്യമൊന്നും കാണാൻ പോകുന്നില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ്. കുറേ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടേക്ക് റോഡില്ല. അവിടേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ഓസ്ട്രിയയിൽ പോകണം, ഇല്ലെങ്കിൽ ബസ് മാർഗം പോകണം. എന്തായാലും സ്വിറ്റ്സർലൻഡ് ഭയങ്കര എക്സ്പെൻസീവാണ്, ലീക്റ്റൻസ്റ്റൈനിലേക്ക് നീങ്ങാനും പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ സ്വിറ്റ്സർലൻഡിയും പുറത്തേക്ക് കടക്കാമെന്ന് കരുതി.